നിവർത്തിക്കുന്നത്. ദൈവം തരുന്ന പാപബോധത്തോടും അനുതാപത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പുതുക്കപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്നതാണ് ഒരു ആത്മീയ ഉണർവ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ദൈവം തരുന്ന പാപബോധം, നമുക്ക് തരുന്ന പാപബോധം, നമ്മൾ ഏതൊക്കെ വഴി കൂടി സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിയത്തുള്ളൂ അല്ലെ. ഞാൻ ഏതൊക്കെ വഴി കൂടി സഞ്ചരിച്ചു എന്ന് പക്ഷെ ദൈവാത്മാവ് സാറിന് വെളിപ്പെടുത്തി കൊടുക്കാം ഞാൻ ഏത് വഴി കൂടി സഞ്ചരിച്ചു. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അറിയില്ല നമ്മൾ ഏത് വഴി കൂടിയാ സഞ്ചരിച്ചതെന്ന്. പക്ഷെ ആ പാപബോധം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. കാരണം നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആന്തരിക അങ്ങ് എവിടുന്ന് ഞാൻ പറയട്ടെ, ഈ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്കൊരു കരച്ചിലോ ഒരു വേദനയോ എന്താ ഒരു അനുഭവം. നിങ്ങൾക്ക് എന്താ ഉണ്ടായത്? എനിക്ക് എന്റെ അനുഭവം പറയുവാണെങ്കിൽ എനിക്ക് കരച്ചിലാ വരുന്നത്. ആ ആഴത്തിൽ നിന്ന് വരുന്ന കരച്ചിൽ, അവിടെയാണ് നമുക്ക് പാപബോധം വരുന്നത്. കർത്താവ് ഞാൻ എങ്ങനെയായിരുന്നു, പക്ഷെ അന്നേരമാണ് നമുക്ക് ആരാധന വരുന്നത്. ഒരു വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ആരാധന വരുന്നത്. കാരണം പക്ഷെ നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതൊന്നുമില്ല. നമ്മൾ കൈയടിച്ച് 2 കമ്പയറിന്റെ കൊട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചെയ്യും? തുള്ളിച്ചാടും. നമ്മൾ കൈയടിച്ച് കൈ പൊട്ടിച്ച് തവിട് പൊടിയാക്കി നമ്മൾ തുള്ളിച്ചാടും. പക്ഷെ അതല്ല ആരാധന എന്ന് പറയുകയാണ്. പാപബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു മാനസാന്തരം, അവിടെയാണ് ആരാധനയുടെ അനുഭവം വെളിപ്പെടുന്നത്. അതുപോലെ തന്നെ അനുതാപം, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപം വരുമ്പോഴാണ് നമുക്ക് ഉണർവുണ്ടാകുന്ന, ആത്മീയ ഉണർവുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പിന്നെ ഒരു പുതിയ മനുഷ്യനായി ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്കൊരു ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത്. നമ്മൾ പല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പല സഭകളിൽ കാണുവാണെങ്കിൽ ഞാൻ കുറ്റം പറയല്ല കേട്ടോ, അവർക്ക് കിട്ടിയ ഒരു അനുഭവം അതായിരിക്കാം. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആള് എവിടെ ചെല്ലും? അങ്ങ് സ്റ്റേജിന്റെ അടുത്ത് ചെല്ലും. അവിടെ എല്ലാം ഈ തൂത്തുവാരി കൊണ്ടുപോകുന്ന ഒരു ഉണർവാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഇതാണ് ഉണർവ് എന്ന്, ആത്മീക ഉണർവ് എന്ന് തിരുവചനം പറയുകയാണ്. 24 സങ്കീർത്തനം അതിനകത്ത് 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും. ഇവിടെ ഒരു ചോദ്യചിഹ്നമാ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നം നമ്മളോട് തന്നെ ഈ പകൽക്കാലം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ. അവിടെ വ്യക്തമായി പറയുകയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ. വെടിപ്പുള്ള ഒരു കൈയും നിർമ്മല ഹൃദയവും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാപബോധവും പശ്ചാത്താപവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എവിടെ നിൽക്കാൻ പറ്റുള്ളൂ? യഹോവയുടെ പർവ്വതത്തിൽ, അതായത് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരുവചനം പറയുകയാണ്. അവിടെ ഒരു വലിയ ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധി എന്ന് പറയുന്ന കൃപയുടെ ഒരു വലിയ അടയാളമാണ്. കൃപയാൽ നീതീകരിക്കപ്പെട്ടവൻ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ കടപ്പെട്ടവനാണ്. കൃപയാൽ നമ്മള് മക്കൾക്ക് കൃപ എന്ന് പേരിടും. പക്ഷെ കൃപയുടെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ കൃപയാൽ നീതീകരിക്കപ്പെടണം. ആ ദൈവത്തിന്റെ കൃപ, ആ അത്യന്ത കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ആ വലിയ വിശുദ്ധിയുടെ അടയാളം അവിടെ തെളിഞ്ഞു വരുന്നത്. നമ്മുടെ കൈകൾ പ്രവൃത്തിയെ കാണിക്കുന്നുണ്ട്. നമ്മൾ പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കൈകൾ പ്രവൃത്തിയെ കാണിക്കുന്നുണ്ട്. പക്ഷെ മനസ്സും ചിന്തയും പ്രവൃത്തി എന്തിനു വേണ്ടി നാം നിലകൊള്ളുന്ന എന്നതിനെ കാണിക്കും. നാം നിലകൊള്ളുന്നത് എന്തിനാണോ അതിനെ നമ്മൾ കാണിക്കുകയാണ് വിശുദ്ധിയാണ്. ഇവനാണ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവനെന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ ഇടയാകണം. കാരണം നമ്മുടെ വിശുദ്ധി കൃപയിൽ നിറഞ്ഞതായിരിക്കണം. നമ്മുടെ വിശുദ്ധി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പാപബോധവും അനുതാപവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ പുതു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെയാണ് എന്താണ് വരുന്നത്? വിശുദ്ധിയും കൃപയും അവിടെ നിറഞ്ഞു വരുന്നത്. ഉണർവിന്റെ ഒരു 4 തലത്തിലേക്കും കൂടി ഞാൻ ഇന്ന് കടന്നു പോവുകയാണ്. ഉണർവിന്റെ, അതായത് ആത്മീക ഉണർവിന്റെ ഒരു 4 തലം. ഒന്ന്, സ്വയം താഴ്ത്തുക, നമ്മളെ തന്നെ സ്വയം താഴ്ത്തുകണം. 2, പ്രാർത്ഥിക്കുക. 3, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. 4, പാപത്തിൽ നിന്ന് ഒഴിയുക. സ്വയം താഴ്ത്തുക നമ്മളെ തന്നെ. പക്ഷെ ഇന്നെല്ലാവരും എന്താ?
ഞാൻ എന്നൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ തന്നെ എത്രയോ തവണ ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ച് കാണും അല്ലെ. ഞാൻ എന്ന വാക്ക്, ഞാനാകുന്നവൻ ഞാനാകുന്നു, തീർന്നു അവിടെ. ഞാൻ വേറെ ആർക്കും ഇല്ല ഞാൻ എന്നുള്ള ഒരു പദം ഉപയോഗിക്കാനുള്ള ഒരു യോഗ്യത ആർക്കും ഇല്ല. ഞാൻ എന്റെ കർത്താവാണ് ഞാൻ. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു മണിക്കൂറിൽ നമ്മൾ എത്ര പ്രാവശ്യം ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചു. ഞാൻ പലപ്പോഴും കണ്ടു, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കും. പക്ഷെ അതിന് അർഹനായ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ ഞാൻ എന്ന വാക്കിന്. അവിടെ സ്വയം താഴ്ത്തുക. ലൂക്കോസ് 18 അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങളിൽ അവിടെ നമുക്ക് 18 അധ്യായത്തിൽ നമുക്ക് രണ്ടുപേരെ കാണാൻ പറ്റും. ലൂക്കോസ് 18 അധ്യായത്തില് ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയും. അവിടെ കാണുന്നത് ചുങ്കക്കാരൻ. നമുക്ക് പരീക്ഷന്റെ വിട്ടുകളയാം. അവിടെ ചുങ്കക്കാരനെ നമുക്ക് മാത്രം എടുക്കാം. ചുങ്കക്കാരനെ ദൂരത്ത് നിന്നുകൊണ്ട്, നമുക്കറിയാം കഥ എങ്ങനെയാന്ന്, പരീക്ഷയുടെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. സ്വയം പുകഴ്ത്തി, പക്ഷെ അവിടെ ഒരു താഴ്മ വരുന്നില്ല. ഞാൻ അത് കൊടുക്കുന്നുണ്ട്, ഈ എന്നിട്ടും കുറ്റം പറയുന്നുണ്ട്, ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ എന്ന് പറയുകയാണ് അവിടെ. ഞാൻ നിന്നെ വാഴ്ത്തുന്നു, അല്ലായികയാൽ. 2 വട്ടം ഉപവസിച്ചു, പതാരം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു എന്നാണ് പറയുന്നത്. മാറത്തടിച്ചു എന്ന്. ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവത്തോടായിരുന്നു. ദൈവത്തോട് അടുത്ത് ചെല്ലുക യോഗ്യതയില്ല എന്ന ഒരു ചിന്ത ചുങ്കക്കാരന്റെ മനസ്സിലുണ്ട്. ആ ചിന്തയോടുകൂടി ആ ചുങ്കക്കാരൻ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് അവിടെ പറയുന്നത്. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്ന് അവിടെ 14 വാക്യത്തിൽ കാണുന്നുണ്ട്. നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മളൊക്കെ പരീക്ഷ സ്വഭാവം വിട്ടുകളഞ്ഞിട്ട് ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ആ മനുഷ്യനോട് ഒരു വെറുപ്പ് കാണുമായിരിക്കാം. കാരണം കരം പിരിച്ച്, കാരണം മറ്റുള്ളവരെ കഠിനമായി പിരിവുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അവന് തന്നെ അറിയാം ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കാമെന്ന്. അതുകൊണ്ടാണല്ലോ കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് മാറത്തടിച്ചെന്ന പറയുന്നത്. മാറത്തടിച്ച് നിലവിളിച്ച് എന്നോട് കരുണ തോന്നണമേ. ഇന്ന് നമ്മൾ ഈ പകൽക്കാലം നമ്മൾ എത്ര പേര് നമ്മൾ അങ്ങനെ മാറത്തടിച്ച്, ദൈവമേ കഴിഞ്ഞുപോയ തെറ്റുകള് പാപങ്ങള് പോക്കി എന്നോട് ക്ഷമിക്കണമേ എന്ന് ഈ പകൽക്കാലം നമുക്കൊന്ന് പറയുവാണെങ്കിൽ, ആ മാറോട് ചേർക്കുന്ന നല്ല ദൈവം, നമ്മുടെ നല്ല അപ്പനുണ്ടല്ലോ, നമ്മളെ മാറോട് ചേർത്ത് നമ്മളെ ആശ്വസിപ്പിക്കും. മോളെ, മോനെ എന്നുള്ളൊരു വിളി കേൾക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം നമുക്ക് ആയിത്തീരാം. അവൻ മാറത്തടിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ് തിരുവചനങ്ങളിൽ പറയുന്നത്. മാറത്തടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരടിയും കൊണ്ട് തീർന്നില്ല. അവന്റെ സങ്കടങ്ങള്, അവന്റെ വേദനകൾ എല്ലാം ഇറക്കി വെക്കുവാനുള്ള ഒരു സന്നിധി. അതുപോലെ തന്നെ ഈ പകൽക്കാലം നമ്മളും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, വേദനകള് നമ്മൾ ഇറക്കി വെച്ചുകൊണ്ട് ആ ദൈവത്തെ നമ്മള് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ മാനസാന്തരവും അനുതാപവുമാണ് ദൈവത്തിന് സ്വീകാര്യമായതെന്ന് കർത്താവ് ഈ കേൾവിക്കാരെ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞൊരു ഉപമയാണല്ലോ. കർത്താവ് കേൾവിക്കാരെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥമായ മാനസാന്തരം ഇവിടെ സംഭവിച്ചത്. യഥാർത്ഥമായ ഒരു മാനസാന്തരവും അനുതാപവും ദൈവത്തിന് സ്വീകാര്യമാകത്തുള്ളൂ. നമ്മുടെ ദാർഷ്ട്യത്തോടുകൂടി ദൈവസന്നിധിയിൽ വരുന്നത് ദൈവത്തിന് സ്വീകാര്യമല്ല. നമ്മള് വളരെ താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തിയാണ് ആ ചുങ്കക്കാരൻ അവിടെ ദൈവസന്നിധിയിലായിരുന്നത്. അതിന്റെ 14 വാക്യത്തിന്റെ ലാസ്റ്റ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് തിരുവചനം പറയുകയാണ്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. തന്നെത്താൻ ഉയർത്തുന്നവരല്ല,
തന്നെത്താൻ താഴ്ത്തുന്നവരായി ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് ഇടയാക്കുക. അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂക്കോസ് 1:53 വാക്യത്തിൽ വേറൊരു നല്ലൊരു വചനമുണ്ട്. എല്ലാം നല്ല വചനങ്ങളാണ്. അവൻ വിശന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. ലൂക്കോസ് 1:53 വാക്യത്തില് അവൻ വിശന്നവരെ നന്മകളാൽ നിറച്ചു. നമ്മള് എന്തിനുള്ള വിശപ്പാണ്? നമുക്ക് സ്വയം താഴ്ത്തിയ നമുക്ക് എന്തിനുള്ള വിശപ്പാണ്? നമ്മൾ ദൈവവചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശപ്പാണ് അവിടെ പറയുന്നത്. ആ ദൈവവചനത്തിലുള്ള വിശപ്പ് നമ്മളിലേക്ക് അതിയായി ആഗ്രഹിച്ചു. അല്ല ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ അല്ല ബിരിയാണി കഴിക്കാനോ ഉള്ള ഒരു വിശപ്പല്ല, പക്ഷേ വിശന്നവരെ നന്മകളാൽ നിറച്ചു എന്നാ. നമ്മളൊന്ന് വായിക്കുമ്പോ ആദ്യം ഒരു തിരുവചനമൊന്നും അറിയത്തില്ലാത്ത ഒരാൾ വായിക്കുമ്പോഴത്തേക്ക് ആ വിശന്നവരെ അവർ നന്മകളാക്കാം. ചിലപ്പോൾ ബിരിയാണി കൊടുത്തു കാണും, അല്ലെ ചിക്കൻ കറി കൊടുത്തു കാണും എന്നോർക്കും. പക്ഷെ നമ്മൾ വായിച്ചു വരുമ്പോൾ, നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ വിശന്നവരെ നന്മ, എന്ത് വിശപ്പാണ്? ആത്മീയമായ വിശപ്പ് നമ്മളിൽ ഉണ്ടാകണം. ആത്മീയമായ വിശപ്പ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആത്മീയമായ സമ്പത്ത് നമ്മളെ തന്ന് നമ്മളെ വെറുതെ അയച്ചു കളയാതെ എന്ത് ചെയ്യും? നമുക്കൊരു ആത്മീയ സമ്പത്ത് അവിടെ നമുക്ക് തരും. ഇത് വേണ്ടാത്തവരെയാണ് വെറുതെ അയച്ചു കളയുന്നത്. കാരണം എനിക്കിതെല്ലാം ഉണ്ട്, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നവരെ അവിടെ വെറുതെ, സമ്പന്നന്മാരെ അവരെ വെറുതെ അയച്ചു കളഞ്ഞു എന്ന് ആ തിരുവചനം പറയുകയാണ്. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുക. ലൂക്കോസ് 18 തന്നെ 1 വാക്യത്തിൽ പറയുന്നുണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപ പറഞ്ഞതാണ്. ഇത് അവിടെ കാണുന്നുണ്ട്. ബാക്കി നമുക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വാക്യം മാത്രം എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് ഏറെയാണ്. എന്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. കർത്താവ് അതിനൊക്കെ മറുപടി തരുന്ന ഒരു സമയങ്ങളില് ഒരുപാടാണ്. എന്റെ സാക്ഷ്യങ്ങളൊക്കെ പറയുവാനാണെങ്കിൽ കഴിയില്ല എനിക്കിപ്പോ ഈ സാഹചര്യത്തിൽ എന്റെ സാക്ഷ്യങ്ങൾ പറയുവാന്. കർത്താവ് എന്നെ നിർത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിനോട് വ്യക്തമായി സാക്ഷ്യങ്ങൾ പറയുന്ന ഒരു സമയത്ത് ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായത് മുഴുവൻ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ സമയം ഞാൻ അതിന് വേർതിരിക്കുന്നില്ല. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ. എന്റെ ജീവിതത്തിൽ ഒരുപാട് മടുപ്പുകൾ വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്ത അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒന്ന് വചനം വായിക്കുവാൻ മടിയുള്ള ദിവസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം ഒരു നല്ല വഴിയെ തിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. എഫേസ്യർ 6:18 വാക്യത്തില് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ് അവിടെ തിരുവചനം പറയുന്നത്. ആത്മാവ്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ ഉണർവിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ ഉണർവ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന്. സകല പ്രാർത്ഥനയാലും യാചനയാലും ആത്മാവിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരാധന വരണം. അവിടെ ആ സകല പ്രാർത്ഥനയാലും യാചനയാലും ആത്മാവിൽ ഏത് നേരത്തും എന്നാ പറയുന്നത്. ഒരു നിമിഷം പോലും വിട്ടുകളയാനില്ല. നമുക്ക് നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, തുണി അലക്കുമ്പോൾ, വിത്ത് അടിക്കുമ്പോൾ, നമുക്ക് ഏത് സമയത്താണ് പ്രാർത്ഥിക്കാൻ? നമുക്ക് ചിലപ്പോൾ നമ്മൾ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെന്ന് വരും. പക്ഷെ ബാക്കി എല്ലാ സമയങ്ങളും നമുക്ക് ആരാധിക്കാൻ സമയമുണ്ട്. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട്. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോഴായിരിക്കും നമ്മൾ അന്യഭാഷകളൊക്കെ അറിയാതെ നമ്മുടെ നാവിൽ വന്നു പോകും. നമ്മൾ ആരാധിക്കണം. അതിൽ പിടിച്ചു നമ്മൾ ആരാധിക്കണം. അന്യഭാഷയിൽ ആരാധിക്കണം. അന്യഭാഷ ഇല്ലെന്ന് പറയുന്നിടത്ത്
അന്യഭാഷയിൽ ആരാധിക്കുവാൻ വേണ്ടി വേർതിരിച്ച ഒരു കൂട്ടമാണ് നമ്മള്. അന്യഭാഷയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ വിടുതലുണ്ട്, അവിടെ ആത്മശക്തി, ആത്മീയ ഉണർവ് അവിടെ സംഭവിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു വചനം വായിക്കുമ്പോൾ നമ്മൾ ആത്മീയ ഉണർവ് വരുന്നത്. ഇപ്പോൾ ഞാൻ പണ്ടൊരു വചനം കേട്ടോണ്ടിരിക്കുക, ഇവരെല്ലാം ഉറങ്ങി. പക്ഷെ ഞാനിങ്ങനെ ഫോണിൽ, എനിക്ക് ഫോണിൽ ചില ഫോൺ കിട്ടുന്ന സമയത്ത്, അതൊക്കെ രാത്രിയിലാണ് കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാനിത് വചനം കേൾക്കുക. വചനം കേട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 മണി സമയമായി, എല്ലാവരും ഉറക്കുക. പക്ഷെ വചനം കേട്ട് 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 വന്നപ്പോ ഈ വചനത്തിൽ ഞാൻ ആ വചനം ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് കൈ അടിച്ച് ആരാധിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ സമയത്തെ നോക്കി, സമയം 12 മണിയാതായി, പിള്ളേരെല്ലാം ഉറങ്ങുന്നു. എനിക്കങ്ങ് മനസ്സിൽ നീ കൈയടിച്ച് ആരാധിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കൈ അടിക്കണമെന്നുണ്ട്. പക്ഷെ ഇവര് ഉറങ്ങുന്നത് കൊണ്ട് ഇവരെന്ത് വിചാരിക്കും, ഞാൻ ഈ പാതിരാത്രി ഇരുന്ന് കൈയടിക്കുന്നത്, ഇവരെന്തോ ഓർക്കുമെന്ന്. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ആ സമയവും സന്ദർഭമോ സാഹചര്യമോ ഒന്നും നോക്കത്തില്ലായിരുന്നു. പക്ഷെ ഇന്നും എന്റെ മനസ്സിലുണ്ട് എന്നോട് കൈ അടിച്ച് ആരാധിക്കാൻ പറഞ്ഞു. ആ വചനം കേൾക്കുമ്പോഴാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവിടെയാണ് ആത്മീയ ഉണർവ് വരുന്നത്. പക്ഷെ 2 തമ്പേറിന്റെ കൊട്ടിലല്ല, 2 പാട്ടിന്റെ കൊട്ടിലല്ല നമുക്ക് വരുന്നത്. ഏതൊരു നിസ്സാര കാര്യം പാട്ട് പാടിയാലും നമുക്ക് ആത്മീയ ഉണർവ് വരണമെങ്കിൽ നമ്മൾ ആ പാട്ടിന്റെ വരികളിൽ കൂടെ ഒന്ന് നമ്മൾ സഞ്ചരിച്ച് നോക്കിക്കേ. നമ്മൾ വെറുതെ വായിക്കൊണ്ട് പാടാതെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ പാടുമ്പോൾ അവിടെ ആരാധന വരികയാണ്. നമ്മൾ അതാണ് പറയുന്നത്, ഏതു നേരത്തും ആത്മാവി പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഈ പുസ്തകത്തിലെ 3ാമത്തെ പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ പ്രാർത്ഥന. 1ാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായം 15-ാം വാക്യത്തിലും 2ാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായം 14-ാം വാക്യത്തിലും ഉണ്ട്. അവിടെ 2 പ്രാർത്ഥനകളെ കുറിച്ച് അവിടെ കാണുന്നത്. ഇതൊരു 3ാമത്തെ പ്രാർത്ഥനയാണ് അവിടെ കാണുന്ന, കർത്താവിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് അവിടെ കണ്ട് സകല പ്രാർത്ഥനയാലും എന്നുള്ളത്. പ്രാർത്ഥനയില്ലെങ്കിൽ മറ്റ് ഒരു ആയുധവർഗം ധരിച്ചതുകൊണ്ട് പ്രയോജനമില്ല. അതിന് മുകളിലോട്ട് കാണുന്നുണ്ട് നമ്മള്. 10-ാം വാക്യം മുതൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീനെന്ന്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ 14-ാം വാക്യം, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഇത്രയൊക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇല്ലാതെ? പ്രാർത്ഥനയില്ലെങ്കിൽ. മറ്റെന്തായുധം ധരിച്ചാലും പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്നാണ് തിരുവചനം പറയുന്നത്. യുദ്ധവിജയത്തിന് തക്ക സമയത്തുള്ള വാർത്താ വിനിമയം അത്യാവശ്യമായിരിക്കുന്നത് പോലെ തന്നെയാണ് പ്രാർത്ഥനയും. യുദ്ധ സമയങ്ങളിലൊക്കെ ആ യുദ്ധം വിജയിക്കാൻ വേണ്ടി ആശയവിനിമയങ്ങൾ പല രാജ്യങ്ങളിലും അല്ല പല സൈന്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ ആ ഒരു ആശയവിനിമയം എവിടെയെങ്കിലും വിട്ടുപോയാൽ ആ യുദ്ധം ജയിക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും, നമ്മുടെ യുദ്ധവിജയം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിത വിജയം കണ്ടെത്തുന്നത് എങ്ങോട്ടുള്ള പ്രാർത്ഥനയാ? നമ്മുടെ ഒരു ആശയവിനിമയം നടത്തുകയാ അല്ലെ? നമ്മുടെ എങ്ങോട്ട്? സ്വർഗവും നമ്മളുമായിട്ടുള്ള ഒരു വലിയ ഒരു ആശയവിനിമയം നടത്തുകയാണ്. അതാണ് പ്രാർത്ഥന. ചിലപ്പോ ചിലർ പറയും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. ഞാൻ പണ്ട് ഒന്നും അവരോട് പറയില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന് പറയരുതെന്ന്. നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തോട് എന്ത് സംസാരിക്കും? നമ്മുടെ വിഷമങ്ങൾ പറയുന്നത് എന്തോ അതാണ് പ്രാർത്ഥന. നേരത്തെ എനിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ട രസമാകുമാറ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാരും പ്രാർത്ഥിക്കുന്ന നമുക്കറിയാമോ? അങ്ങനെ കണ്ട രസമാകും, അത് ചെവിക്ക് ഇമ്പമുള്ള സ്വരത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്താ? നമ്മുടെ വിലാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്താണോ, ദൈവത്തോട് പറയുന്നത് എന്താണോ, അതാണ് പ്രാർത്ഥന എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ അഗാധമായി നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളിനുണ്ടാകുന്ന ഒരു ഉണർവാണ് അവിടെ ആത്മീയ ഉണർവ്. അവിടെ നിന്ന് ജനിക്കുന്നതാണ് ആത്മീയമായ ഉണർവ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം
അന്വേഷിക്കുക എന്ന്. ഞാൻ ഇന്നലെ ഇത്രയൊക്കെ കിട്ടി, എനിക്ക് ഇതൊക്കെ കണ്ടെത്തണം ബൈബിളില്. പെട്ടെന്ന് ആ സമയമില്ല, സമയം വളരെ ചുരുക്കം. കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എനിക്കിതെവിടെയാ കിടക്കുന്നത്, എനിക്ക് അങ്ങനെ വാക്യമൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ ഇതെവിടെ കിടക്കുന്നത് നമ്മൾ തപ്പിയെടുക്കണ്ടേ. കർത്താവിനോട് ചോദിക്കുക. കർത്താവ് കറക്റ്റ് ഞാൻ പേജ് മറിച്ചു പോകുമ്പോ 27 സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ സാറ് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, സാറ് നമ്മളെ പഠിപ്പിച്ച ഒരു ദൈവവചനമാണ്. നമ്മള് അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 27 സങ്കീർത്തനം അതിന്റെ 8-9 വാക്യങ്ങളിൽ. എന്റെ മുഖമന്വേഷിപ്പീനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖമന്വേഷിക്കും. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോട് നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എന്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും എന്നെ ചേർത്തു. അവിടെ ദാവീദിന്റെ, അതിനു മുമ്പൊക്കെ ദാവീദ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടും, യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 8-ാം വാക്യത്തിലേക്ക് വന്നപ്പോഴാണ് യഹോവ ഹൃദയത്തിൽ സംസാരിച്ചത്. അപ്പോഴാണ് ദാവീദ് കേട്ടത്. എന്താണ്? എന്റെ മുഖം അന്വേഷിപ്പേനെന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയും. അപ്പോഴാണ് ഹൃദയത്തിൽ ആ ചിന്ത വന്നത്, ദാവീദ് അറിയുന്നത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണല്ലോ. അവിടെ എന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി. അപ്പൊ ആരാ? സ്വയം അങ്ങ് ആശ്രയിക്കുകയാണ്. പക്ഷേ അങ്ങനെ ആശ്രയം വന്നു എന്റെ ചുറ്റുമുള്ള, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം. എവിടെയാ? എല്ലാ രക്ഷയും, എല്ലാ സ്തുതിയും, എല്ലാ മഹത്വവും, എല്ലാ ജയവും വന്നു കഴിയുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കും. അന്നേരം അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇതൊന്നും പറ്റില്ല, ഇവിടെ ഒന്നും ആശ്രയമില്ല. ആശ്രയം വരണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ വരണം. അപ്പോഴാണ് വന്നത്, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്നൊരു ശബ്ദം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായത്. അപ്പോഴാണ് ദാവീദ് തിരിഞ്ഞു നോക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തില്. നമ്മളോട് ദൈവം സംസാരിക്കുന്നതിന് നമ്മൾ ചെവി കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോയി നമ്മളോട് സംസാരിക്കാറുണ്ട് ദൈവം. പക്ഷെ നമ്മൾ പല അവസരങ്ങളിലും സംസാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ, ഇതൊന്നും എന്നോടല്ല, ഇതൊക്കെ വെറുതെ ഒരു തോന്നലാണ് എന്ന് നമ്മൾ തള്ളിക്കളയാതെ നമ്മൾ അതിനൊന്ന് ചെവി കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ അവിടെ നോ പറയുവാൻ ഇട വരാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ ദൈവശബ്ദം കേട്ടേച്ച് ഞാൻ പോയി, ഞാൻ ഒരുങ്ങാം എന്നും പറഞ്ഞ ഞാൻ എന്റെ ജോലിക്ക് ഇറങ്ങിയത്. പക്ഷെ ഞാൻ അവിടെ ഒരുങ്ങാതിരുന്നെങ്കിൽ സാറ് വിളിച്ചുമില്ല. സാർ ഇന്ന് വന്ന് എന്നോട് പറയുകയാണ്, സാറ് വിളിക്കാതെ ഇന്ന് വന്ന് പറയുകയാണ് വചനം പറയണമെന്ന് പറഞ്ഞ ഞാൻ ഒരുങ്ങാതെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ യാതൊരു ഒരുക്കവും ഇല്ലാതെ വരും. അതാണ് നമ്മൾ പറയുന്നത്, നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാതെ വരുമ്പോഴുള്ള ആ വലിയ പ്രശ്നമാണ്. പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലും ദൈവമുഖം അന്വേഷിക്കണമെന്ന് മനസ്സിലാക്കിയ ദാവീദ് തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുകയാണ്. അതുപോലെ തന്നെയാണ് നാം ചെയ്യേണ്ടത്. നമ്മളെ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ദിവസം പോലുമില്ല, യാതൊരു ദിവസം പോലും ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാത്തത്. നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ആരും ഉദാഹരണം പറയും, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കും പറയും പ്രശ്നമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. പക്ഷെ ആ പ്രശ്നങ്ങളുടെ ഇടയിലും ആ പ്രശ്നങ്ങൾക്ക് മുകളിലാണ് എന്റെ ദൈവമെന്ന് നമ്മൾ കരുതുമ്പോഴാണ് അവിടെ വിജയം വരുന്നത്. ആ പ്രശ്നത്തെ അടിച്ചമർത്തുവാൻ തക്കതായ ഒരു വലിയവരായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആ പ്രശ്നങ്ങളെ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയമില്ലാതെ വരുന്നത്. ദൈവത്തിന്റെ മുഖം തന്നിൽ നിന്ന് മറയ്ക്കപ്പെടുമോ എന്ന് ഭയന്ന് ഭക്തൻ എന്നാ ചെയ്യുകയാണെന്നറിയാമോ? മനസ്സുരുകി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും. മുഖം മറയ്ക്കുവാൻ ഇടയാകാതെ വണ്ണം, ആ ദൈവത്തിന്റെ മുഖം നമ്മളിൽ നിന്ന് മറയ്ക്കുവാൻ ഇടയാകാതെ വണ്ണം, ആ കൈവിട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം അവന്റെ സന്നിധിയില് നമുക്ക് ആയിരിക്കുന്ന ഓരോ നിമിഷവും ഏറെ വിലപ്പെട്ടതാണ്.
95 സങ്കീർത്തന 4-ാം വാക്യത്തിൽ അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നത്. അവന്റെ മുഖത്തെ, ദൈവത്തിന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ എന്ന്. ഇടവിടാതെ എന്ന് പറഞ്ഞാല് ഇന്ന് അന്വേഷിച്ചോ നാളെ അന്വേഷിക്കാനല്ല പറഞ്ഞത്. ഏതു നേരത്തും യേശുവിനോട് ചേർന്ന് ഇരിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. നമ്മളോട് ചാഞ്ഞു വന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവന്റെ മുഖത്തെ നമുക്ക് മറയ്ക്കാതെ വണ്ണം നമ്മൾ ചേർത്ത് നിർത്തുന്ന നല്ല നാഥനായ ദൈവത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. അടുത്തതായിട്ട് 4-ാമത്തെ കാര്യം പാപത്തിൽ നിന്ന് ഒഴിയുക എന്നുള്ളതാണ്. റോമർ 6-ാം അധ്യായം 23-ാം വാക്യത്തില് പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റോമർ 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തില് ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമ്മൾ വചനം പഠിച്ചു വരുമ്പോഴേ കേൾക്കുന്ന ഒരു കാര്യമാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപമെന്ന ദൈവത്തിന്റെ നിയമങ്ങൾക്കും സന്മാർഗിക മൂല്യങ്ങൾക്കും എതിരായ ചിന്തകള്, പ്രവൃത്തികള്, വികാരങ്ങള് എന്നിവയാണ്. ലളിതമായി പറഞ്ഞ് ദൈവഹിതത്തിന് വിരുദ്ധമായതെന്തും പാപമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്നതെല്ലാം പാപമാണ്. നമ്മുടെ ചിന്തകള് പാപത്തിന് കൂടി. നമ്മളിപ്പോ ഫോൺ എടുത്താൽ തന്നെ നമ്മൾ പാപത്തിലേക്ക് കടന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. അത് നമ്മൾ ഏറ്റവും വിശുദ്ധിയോടുകൂടിയും ഏറ്റവും ശ്രദ്ധയോടുകൂടിയും ഇന്ന് ഉപയോഗിക്കേണ്ട ഒരു ഉപകരണം എന്ന് പറഞ്ഞ ആ ഫോൺ തന്നെയാണ്. എത്രമാത്രം നമ്മൾ പാപത്തിലേക്ക് വീണു പോകാൻ സാഹചര്യമുണ്ടോ അതാണ് നമ്മുടെ ഫോണാണ് ഏറ്റവും പൈശാചികമായ. അപ്പൊ ഏറ്റവും നന്നായി ഉപയോഗിക്കാമെങ്കിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണത്. ഏറ്റവും മോശമായി ഉപയോഗിക്കാമെങ്കിൽ ഏറ്റവും മോശമായും അത് തീരും. അവിടെ പിശാച് നമ്മളിലേക്ക് അതിൽ കൂടി കടക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിന്റെ ശമ്പളം. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പാപ പ്രമാണം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ആത്മീയ മനുഷ്യനാണ് വേർതിരിക്കപ്പെട്ടത്. പക്ഷെ ശരീരം ഇപ്പോഴും പാപത്തിലേക്ക് എപ്പോ വേണമെങ്കിലും തിരിയാം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് നമ്മുടെ ശരീരം പോകുന്നത്. പക്ഷെ നമ്മുടെ ആത്മനിയന്ത്രണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് ആ ചിന്തകളെല്ലാം വിട്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലാണ് പിന്നെ നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മൾ അധികമായി പ്രാപിക്കണമെന്ന്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിമിഷം ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ആ നിമിഷം പാപത്തിലേക്ക് വീണു പോവുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവും നമ്മളെ വഴി നടത്തുന്ന നല്ല ഒരു കാര്യസ്ഥനായിട്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഒരു വാക്ക് നമ്മൾ കേൾക്കത്തില്ല. നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ നോ എന്ന് പറയുന്ന, ഞാൻ ഒരുപാട് പ്രാവശ്യം എന്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നോ എന്ന്. ആ നോ എന്ന് പറയുന്നത് നമ്മൾ യെസ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടേ അവിടെ തീർന്നു നമ്മുടെ ജീവിതം. വേണ്ട, ചിലപ്പോൾ നമ്മൾ ചില വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സ്ത്രീകളാകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്ക് വേണ്ട എന്ന് ഹൃദയത്തിൽ പറയുന്ന ഒരു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? വേണ്ട, ഇത് പറയണ്ട, നിർത്തിക്കണം, നമ്മൾ അവിടെ നിർത്തണം. പക്ഷെ നമ്മൾ അവിടുന്ന് വീണ്ടും തുടങ്ങിപ്പോയി. അവിടെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വരുന്ന സാഹചര്യങ്ങൾ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവപ്പെട്ടതല്ലേ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുള്ളൂ. നോ എന്ന് നമ്മുടെ വാക്കെന്ന് പറഞ്ഞ ഭയങ്കര ഒരു തീയാ അല്ലെ. കുറെ തീകളില് സാർ പറഞ്ഞില്ലേ, തീകളില് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തില്ല, തീകളില് ഒന്നാണ് ഏറ്റവും വലിയൊരു തീയ അല്ലെ. നമ്മളെ മുഴുവനായി അങ്ങ് ദഹിപ്പിക്കാൻ പറ്റുന്ന ഒരു തീയാണ് നാവ്. നാവ് വളരെ സൂക്ഷിച്ച് നമ്മൾ വാക്കുകൾ പറയുന്നത്. പലപ്പോഴും തെറ്റിപ്പോകും, കുഞ്ഞുങ്ങളോടൊക്കെ വഴക്ക് പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അവരെ നമ്മൾ ശപിക്കാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് പോലും അവരെ നമ്മൾ ശപിക്കാൻ പാടില്ല. ആ ശാപത്തിൽ കൂടി പാപം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു,
അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറയുകയാണ്. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നന്മ നമ്മൾ ചെയ്യണം. നമ്മൾ തിന്മ ചെയ്താൽ എന്താണ്? ആ പാപത്തിന് നമ്മൾ കീഴടങ്ങിപ്പോകും. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളായിരിക്കണം. പാപം വാതിൽക്കൽ കിടക്കുന്നു എന്നാ പറയാം. നമ്മൾ ഇറങ്ങുമ്പോൾ ആ പാപം വാതിൽക്കൽ തന്നെ കിടക്കുക. എപ്പോ വേണമെങ്കിലും നമ്മളിലേക്ക് ചാടി പിടിക്കുവാൻ പാകത്തിന് കിടക്കും. അതിന്റെ ആഗ്രഹവും നമ്മളിലേക്ക് തന്നെയാണ്. പക്ഷെ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ കീഴിലാകുമ്പോൾ നമ്മളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാകുന്നത് കൊണ്ട് നമ്മളിലേക്ക് ആ പാപം കടന്നു വരുവാൻ സാഹചര്യമില്ല. പക്ഷെ ഒരു നിമിഷം മതി പാപം നമ്മളിലേക്ക് കടന്നു വരുവാന്. നീയോ അതിനെ കീഴടക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മൾ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം താഴ്ത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ സ്വയം താഴ്മയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ച പോരാ, ദൈവത്തിന്റെ മുഖം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പാപത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയും. നമുക്ക് സ്വയം താഴ്ത്തി പ്രാർത്ഥിച്ച് ആ ദൈവത്തിന്റെ മുഖം ഒരു നിമിഷം പോലും വിട്ടുപോകാതെ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുവാൻ ഇടയായി തീരും. ആത്മീയ ഉണർവ് നമുക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ആത്മീയ ഉണർവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആത്മീയ ഉണർവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് സ്വർഗീയ ദർശനങ്ങൾ വ്യക്തമായി കാണുവാൻ സാധിക്കും. നമ്മുടെ ആത്മീയമായി നമ്മൾ ഉണർന്നില്ല എങ്കിൽ നമ്മൾ പാപത്തിന്റെ ചിന്തകളിലേക്ക് വീണു പോകുവാൻ ഇടയാകും. ദൈവം തരുന്ന പാപബോധത്തോടും അനുതാപത്തോടും കൂടെ ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് പുതുക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മളെ ഒരുക്കുന്നതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.